പലരും ഓഫീസിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പ്ലെയിൻ ബുക്ക് ചെയ്യണം, 26 റാലി, ജവമാല റാലി എന്നാണെന്ന് നേരത്തെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അതിൻ്റെ ഡേറ്റ് പറയുകയാണ്. ഈ പ്രാവശ്യം 5 ശനിയാഴ്ചയില്ലേ, അപ്പോൾ 5ാമത്തെ ശനിയാഴ്ച അല്ല, ഒക്ടോബർ 24 അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ഒക്ടോബർ 24 ശനിയാഴ്ച. അപ്പോൾ ഇന്ന് മുതൽ കലണ്ടർ എഴുതിയിട്ടിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. താങ്ക് യു. രണ്ടാമത്തത്, ഇപ്പോൾ മാതാവിൻ്റെ ദിവസം വരാൻ പോവുകയാണ്, മെയ് മാസം. ഇപ്പം നിങ്ങളുടെ നിയോഗം ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം വീണ്ടും നിങ്ങൾക്ക് വണക്കമാസത്തിൽ വെക്കാവുന്നതാണ്. വണക്കമാസം നമ്മുടെ ഏപ്രിൽ 30 മുതൽ വണക്കമാസം ആരംഭിക്കും, മെയ് മാസം 31 വരെ. അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ സർവ്വലോക കാലഘട്ടമാണ്. കൃപാസനത്തിൽ അമ്മ ഇറങ്ങുന്ന പ്രവർത്തിക്കുന്ന സമയമാണ്. ഈ നിമിഷം ഈ ദിവസങ്ങളിലെല്ലാം കൃപാസനത്തോട് ചേർന്നും പറ്റുന്നവരൊക്കെ ഒന്ന് ഉടമ്പടി പുതുക്കിയും എടുക്കാനുള്ളവരൊക്കെ എടുത്തും ഈ മെയ് മാസത്തിന് വേണ്ടി നിങ്ങൾ അനുഗ്രഹത്തിനായി ഒരുങ്ങുക. അമ്മ നിങ്ങളെ കാത്തിരിക്കുകയാണ് അനുഗ്രഹിക്കാൻ വേണ്ടി. അങ്ങനെ അണമുഴിയാത്ത അനുഗ്രഹങ്ങളുമായിട്ടല്ലേ നമ്മൾ അമ്മയുടെ ഒപ്പം യാത്ര ചെയ്യണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അച്ഛനെ കാണാനുള്ളവരെ ഒരു തടസ്സവും അച്ഛനെ കാണാനില്ല. മെയ് 13 വരെ കഴിഞ്ഞാൽ എനിക്ക് 1-2 ദിവസം ഞാനിവിടെ ഇല്ല. മെയ് 13 കഴിഞ്ഞ് ഉടനെ 3 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വർഷം 2 ധ്യാനമൊക്കെ എടുക്കത്തുള്ളൂ, വിദേശ ധ്യാനങ്ങൾ. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും തന്നെ കൃപാസനത്തിലുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ തന്നെ ആൾക്കാരെ അച്ഛനെ കാണാൻ പറ്റത്തില്ല വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന മാന്യം കാണിക്കണം. ചില ആൾക്കാർ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആവശ്യമില്ലാതെ അച്ഛനെ കാണുന്നതിന് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഈടറവായിട്ട് മാറും. പക്ഷേ ഞാൻ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, വിദ്യാർത്ഥികളെയും രോഗമുള്ളവരെയും ജീവിത പ്രശ്നങ്ങൾ വിഷമിക്കുന്നവരെയും. അപ്പം നിങ്ങളെപ്പോഴും ഓർക്കുക, കൃപാസനത്തിൽ വരുമ്പോൾ എൻ്റെ മക്കൾ ആ ഉടമ്പടി പേപ്പർ കറക്റ്റായിരിക്കുന്ന മതി, വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പറയുന്ന വിഷയത്തിൻ്റെ ഒരു പേപ്പർ ഉണ്ടാകണം, അത്രേ കാര്യമുള്ളൂ. അപ്പോൾ ഇന്നാണ് ഉടമ്പടി എടുത്തെങ്കിൽ പോലും കാണുന്നുണ്ടല്ലോ. പണ്ടൊക്കെ 3 പ്രാർത്ഥന കൂടി 6 മാസം കഴിയുമ്പോഴേക്കും ആൾക്കാരെ കാണുന്നത്. അങ്ങനെയല്ല, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് വിഷയം സീരിയസ് ആണെങ്കിൽ ഇന്ന് തന്നെ കാണുകയാണ്. പക്ഷേ എൻ്റെ പേപ്പർ കയ്യിലുണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ദൈവനാമേ മഹത്വം, ദൈവനാമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് ദിവ്യകാരുടെ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും
രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.